നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. സമുദ്രാധിഷ്ഠിത വാണിജ്യ മേഖലയിൽ ഒരു നാഴികക്കല്ലാവുകയാണ് വിഴിഞ്ഞം. മദർഷിപ്പ് അടുത്ത ദിവസം ഇങ്ങെത്തുകയാണ്. അതിനായുള്ള സ്വീകരണ പരിപാടി ഒരുക്കുകയാണ് സർക്കാർ. പക്ഷേ അപ്പോഴും ചെറിയ തോതിലെങ്കിലും വിവാദങ്ങൾ പലയിടത്തും തലപൊക്കുന്നു. പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല എന്ന് ഇന്ന് നിയമസഭയിൽ അവർ വ്യക്തമാക്കി. വിഴിഞ്ഞം ആരുടെ കുഞ്ഞാണ് എന്നതിനെ സംബന്ധിച്ചുള്ള തർക്കവും കാലങ്ങളായി ഉള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ വിഴിഞ്ഞം ആരുടെ മികവ് കൊണ്ട് യാഥാർത്ഥ്യമാകുന്നു എന്ന ഒരു ചോദ്യം ഉയർന്നു വരികയാണ്. പ്രേക്ഷകർക്കും ഈ ഘട്ടത്തിൽ പ്രതികരിക്കാം. വിഴിഞ്ഞം ആരുടെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള കഴിവാണ് വ്യക്തമാക്കുന്നത്? എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ദാസൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദാസൻ, വലിയൊരു പദ്ധതി നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമാകുന്നതിൻ്റെ ശുഭസൂചനകൾ, സന്തോഷം തരുന്നൊരു വാർത്തയാണ് ഇത്. ഇടത് സർക്കാരിന് ഒരു നേട്ടമായി അവകാശപ്പെടാനാവുന്ന ഒന്നാണോ? ഇതില് ഇടതുപക്ഷമോ BJP നോക്കണ്ട. ഇവരിപ്പോ നമ്മളെ നാട്ടിന്റെ പൊതുവായ പണം ഇതിനൊക്കെ ഉപയോഗിക്കുന്നു. അല്ലാതെ ഇവരെ ആരെങ്കിലും കുടുംബ സ്വത്തായിട്ടാണോ? ഇവര് ഈ കാര്യത്തിലെങ്കിലും ഇവരെന്താ പറയുന്നത്, നമ്മൾ ഇത് ലോകം മുഴുവൻ നമ്മളെ അംഗീകരിക്കുന്ന ഒരു കാര്യമായത്. ഇത് ലോകത്തില് ഏഷ്യ തന്നെ ഏറ്റവും ഒരു പരിപാടിയാണ്. അപ്പൊ അന്നേരോ ഇതെന്താ വേണ്ട, ഇവര് ഈ ഒരു കാര്യത്തിലെങ്കിലും ഇവര് എല്ലാത്തിനും രാഷ്ട്രീയം കലർത്താതെ നമ്മുടെ നാട്ടിനെ നന്മക്ക് വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കണം. അല്ലാതെ ഈ കോൺഗ്രസ്, BJP, മാർക്സിസ്റ്റ് പാർട്ടി, CPM-ന് ഒരു അവകാശം പറയാൻ പറ്റില്ല. CPM-ന് എന്താ അവകാശം പറയാൻ പറ്റുക? ഉമ്മൻചാണ്ടിയാണ് ശരിക്കും ഇതിന്റെ നാഥൻ. ഇത് രണ്ടാമത് ഇവർ വന്നപ്പോ ഇവര് ഏറ്റെടുത്ത് നടത്തിയെന്നല്ലാതെ അത് അങ്ങനെയൊന്നും രാഷ്ട്രീയം നോക്കണ്ട. ഇവരാര് ഞാൻ പറയുന്നത് പൊതുവായി ഇന്ത്യ രാജ്യത്തിന് എല്ലാവർക്കും അവകാശപ്പെട്ട നമ്മളെ നികുതിപ്പണം കൊണ്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇവരാരും മമ്പ് കളിക്കണം പറയാനുള്ളത്. യെസ്, വളരെ വ്യക്തമാണ്. രാധാകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ ചാത്തന്നൂരിൽ നിന്ന് നമുക്ക് ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ, 1944 ചിത്തിര തിരുനാൾ ഇങ്ങനെയൊരു പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചിരുന്നു. എന്നിട്ട് അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. പക്ഷേ അന്ന് പിന്നീടുണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് അത് തുടരാൻ കഴിഞ്ഞില്ല. ഇത്രയും കാലമെടുത്തു പിന്നെ ഈ പദ്ധതി യാഥാർത്ഥ്യമാകാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പോരായ്മകളിലേക്കാണോ അതോ കഴിവുകളിലേക്കാണോ ഈ വിഴിഞ്ഞം വിരൽ ചൂണ്ടുന്നത്? കൃത്യമായി താങ്കളുടെ ചോദ്യം വളരെ അർത്ഥവത്താണ്. നേരത്തെ ഒരു സുഹൃത്ത് ഇതിന് സമാനമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. നോക്കൂ, താങ്കൾ തന്നെ പറഞ്ഞു ചിത്തിര തിരുനാളിന്റെ കാലം മുതൽ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിലുണ്ടായിരുന്നു. രാജഭരണം പോയിട്ട് എത്രയോ വർഷമായെന്നറിയാമല്ലോ. ഒടുവിൽ ഉമ്മൻചാണ്ടിയുടെ സ്വപ്നമായിരുന്നു എന്ന് പറഞ്ഞു. സ്വപ്നം ആർക്കും കാണാം. എനിക്കും കാണാം, ഈ വിഷ്വൽ മീഡിയയുടെ അവതാരകനായിട്ടുള്ള താങ്കൾക്കും സ്വപ്നം കാണാം. ആരാണോ നടത്തുന്നത്, ഏത് ഗവൺമെന്റ് ആണോ നടത്തുന്നത്, അതിലാണ് കാര്യം. താങ്കൾക്ക് അറിവുണ്ടല്ലോ, ഈ ഇപ്പോൾ ഇടതുപക്ഷത്തോടുള്ള വിദ്വേഷം എന്ന് പറയുന്നത് ഇഷ്ടമല്ലാത്ത ചെയ്യുന്നതൊക്കെ കുറ്റം. അത് ഞങ്ങൾ മനസ്സിലാക്കും. പക്ഷേ ഇതിന്റെ യാഥാർത്ഥ്യം മറച്ചു വെക്കാൻ കഴിയുമോ? ഇടതുപക്ഷമല്ലേ ഇത് 10 വർഷത്തിന് മുമ്പ് UDF സർക്കാർ ഇവിടുന്ന് പോയി. അപ്പൊ ഇതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണെങ്കിൽ പോലും ഇതിന് വേണ്ട എല്ലാ ഗ്രൗണ്ട് സപ്പോർട്ടും കൊടുത്തത് ഈ പിണറായി സർക്കാരല്ലേ. രണ്ടാമത്, ഇവിടെ നേരത്തെ താങ്കൾക്ക് അറിയാം, എല്ലാവരും ജനങ്ങൾ വിസ്മരിച്ചു. വിപ്ലവകരമായ തീരുമാനം ഉമ്മൻചാണ്ടി ഉപേക്ഷിച്ചു. ഉമ്മൻചാണ്ടി പേടിച്ചു പോയി. ഏതാണ്? നമ്മളെ ഗെയിൽ പൈപ്പ് ലൈൻ. ഗെയിൽ പൈപ്പ് ലൈനിന്റെ കാര്യം അറിയാമല്ലോ. ഗ്യാസ് നേരിട്ട് പൈപ്പ് വഴി എത്തിക്കുന്ന പരിപാടി വിജയകരമായിട്ട് ഈ സർക്കാർ എത്തിച്ചില്ലേ. പിണറായിയോട് ചിലർക്ക് വിദ്വേഷമൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് യാഥാർത്ഥ്യം മറച്ചു വെക്കാൻ കഴിയുമോ? ഗെയിൽ പൈപ്പ് ലൈൻ ഉമ്മൻചാണ്ടിയാണെങ്കിൽ എന്നുള്ള പേടിച്ച് കളഞ്ഞിട്ട് പോയതാണത്. അങ്ങനെ എന്തെല്ലാം ദേശീയപാത കേന്ദ്രത്തിന്റെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കൃത്യമായ വിഹിതം, സംസ്ഥാനത്തിന്റെ വിഹിതം ഈ ഇത്രയും ബുദ്ധിമുട്ടിൽ കേന്ദ്രം ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ആ വിഹിതം കൊടുത്തുകൊണ്ടല്ലേ ഈ ദേശീയപാത മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ദേശീയപാത, ഗെയിൽ പൈപ്പ് ലൈൻ, വിഴിഞ്ഞം പദ്ധതി, ഇതൊക്കെ വിസ്മരിക്കാൻ സാധിക്കുമോ? എന്തെങ്കിലും ആർക്കെങ്കിലും വ്യക്തിപരമായിട്ടോ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ് വീഴ്ചകൾ ഉണ്ടാകാത്തത്? അതൊക്കെ വ്യക്തിപരം മാത്രമാണ്. ഈ സർക്കാർ ഈ കേരളത്തിൽ ഉണ്ടാക്കിയ മാറ്റം, ഈ കേരളത്തിലെ മനസാക്ഷി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആർക്കെങ്കിലും വിസ്മരിക്കാൻ പറ്റുമോ? അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ആർജവത്തോടെ ഈ കമ്മീഷൻ ചെയ്യാൻ പോകുന്ന നമ്മുടെ വിഴിഞ്ഞം പദ്ധതി. അപ്പൊ ഈ ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന് അല്ലാതെ ഈ വിപ്ലവകരമായ തീരുമാനം ഇവിടെ എടുക്കാൻ UDF-ന് കഴിയില്ല. അതുകൊണ്ടാണ് താങ്കൾ തന്നെ പറഞ്ഞല്ലോ, ചിത്തിര തിരുനാളിന്റെ രാജഭരണകാലത്ത് ഉണ്ടായിരുന്നാണ്. നടത്തിയോ? ആരാണ് നടത്തിയത്? അതിന് വേണ്ട ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കിയത് ഈ കേരള ഗവൺമെന്റ് ആണ്.
യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരിന് മാത്രമേ വലിയ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയൂ എന്ന് ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ പറയുന്നു. വലിയൊരളവ് വരെ അത് ശരിയുമാണ്. ശ്രീ ശിവജി തൃശ്ശൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശിവജി, ഇടതു സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ് ഇത്തരം ബൃഹത് പദ്ധതികൾ നടപ്പിലാക്കാൻ വഴിയൊരുക്കുന്നത് എന്ന് ഇടതുപക്ഷത്ത് ചേർന്നവർ എല്ലാം ഒരേ ശബ്ദത്തിൽ പറയുന്നു. ശ്രീ ശിവജി, ഇത് എങ്ങനെ കാണുന്നു ഈ അവകാശവാദത്തെ? മനസ്സാറെ, നമ്മളെ ഈ നാട്ടിൻപുറത്തെ കല്യാണത്തിന് പോയാലേ തലേ ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല അധ്വാനിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും. തേങ്ങ ഏരണ്ടല, അത് ഇത് പായസം വെക്കൽ എല്ലാ പണിയും അതുങ്ങൾ കഷ്ടപ്പെട്ട് പിറ്റേ ദിവസം ഒരു 11:30 ആ കല്യാണത്തിന് ടൈമിൽ വിളമ്പലാകുമ്പോ കുറെ മാന്യമാരും വരും, നല്ല വെള്ളമുണ്ടൊക്കെ കൊടുത്താൽ മിടുക്കന്മാര്. പിന്നെ ഈ പൊതുജനം മൊത്തത്തിൽ കൂടുന്ന സമയത്ത് യുവമാരാണ് മിടുക്കന്മാര്. ഇതുപോലെയാണ് പിണറായിയും കൂട്ടരും. ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന മെട്രോയുടെ ആളും ഇപ്പൊ പിണറായിയാണ്. ആ കണ്ണൂർ വിമാനത്താവളം അത് പിണറായി വിജയന്റെയാണ്. ഇപ്പം ഈ നമ്മുടെ വിഴിഞ്ഞത്തിന്റെ കാര്യം പറയുമ്പോൾ പിണറായി ഇടത് സർക്കാർ. എന്റെ സാറെ, എനിക്ക് 10-60 വയസ്സായി. എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ കണ്ടിട്ടുള്ള ഇന്നുവരെ എല്ലാ വികസനങ്ങളെയും മുടക്കിയിട്ടുള്ള നമ്പർ 1 പ്രതിയാണ് പിണറായി വിജയനും അയാളുടെ കൂട്ടാളികളായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതറിയാമല്ലോ, സാറിനും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനൊക്കെ ചെറുപ്പം പോലെ കണ്ടുവരാ ഇവര് കാണിച്ചു കൂട്ടുള്ള കോലാഹലങ്ങൾ. ഇന്ന് ഇതിന് അവകാശവാദം ഉന്നയിക്കാൻ ഇയാൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഒരു യോഗ്യതയും പിണറായിക്കില്ല. അത് ഈ നാട്ടിലെ ബുദ്ധിയുള്ള മനുഷ്യർക്കും ചിന്താശക്തിയുള്ള മനുഷ്യർക്കും കൃത്യമായിട്ട് അറിയാം. ഇതൊക്കെ ഉമ്മൻചാണ്ടിയുടെ സ്വപ്നമാണ്. താങ്കളുടെ അഭിപ്രായം തടസ്സം നിന്നവരാ ഈ പിണറായി വിജയൻ. നശിപ്പ്, ലോകത്തിന്റെ നശിപ്പാണ് പിണറായി വിജയൻ. യെസ്, വ്യക്തമാണ്. ശശിധരൻ എന്നൊരു പ്രേക്ഷകൻ വയലാറിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശശിധരൻ, 2 തർക്കങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, ഈ വികസനം അങ്ങനെ എല്ലാ കാലത്തും ഇടത് സർക്കാർ അംഗീകരിച്ച ഒരു നിലപാടായിരുന്നില്ല, അതിപ്പോൾ മാറിയിരിക്കുന്നു. മറ്റൊന്ന്, ഇത്തരം പദ്ധതികൾ കൊണ്ടുവരുന്നതെല്ലാം മറ്റൊരാൾ തുടങ്ങി വെച്ചതിൻ്റെ അവസാന നിമിഷം അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നുവെന്നാണ്. ഇതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? ശ്രീ ശശിധരൻ ആരുടെ പക്ഷത്ത് നിൽക്കും? ആരുടെയും പക്ഷം പറയണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ 2 പ്രേക്ഷകർ പറഞ്ഞതിലും സത്യമുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം, എന്ത് വന്നാലും ശരി അതെല്ലാം ഞങ്ങളുടെ കാലത്ത് മതി, ഞങ്ങൾ മാത്രം ചെയ്താൽ മതി, ഞങ്ങൾക്ക് മാത്രം പേര് മതി എന്ന്. ഇവരുടെ മുൻകാല ചരിത്രം എല്ലാം പരിശോധിച്ചാൽ അത് സത്യമാണെന്ന് മനസ്സിലാകും. കാരണം എന്ത് കൊണ്ടുവന്നാലും പണ്ട് ഇവിടെ നാട്ടിൻപുറത്ത് തൊണ്ടുതല്ല് വിഷയം കൊണ്ടുവന്നപ്പോൾ, മറ്റ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വയലാറിലൊക്കെ തൊണ്ടുതല്ല് വിഷയം കൊണ്ടുവന്നപ്പോഴത്തേക്ക് അത് തല്ലിപ്പൊളിക്കുകയും കത്തിക്കുകയും ചെയ്തവരാണ്. അതുപോലെ എത്രയോ പേര് കൊയ്ത്തെണ്ടറും വന്നപ്പം അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഈ നാട്ടിൽ വന്നപ്പോഴൊക്കെ അതിനെ എതിർത്തവരാണ്. ഇപ്പൊ ഞങ്ങളുടെ ഭരണത്തിലെല്ലാം വരുത്തി തീർത്തു വരുത്താൻ വേണ്ടി മാത്രമുള്ള ഒരു 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 യജ്ഞാനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷ ബഹുമാനം ഉണ്ടോ ഇവർക്ക്? എന്താ പ്രതിപക്ഷ നേതാവിനെ വിളിച്ച? ഉമ്മൻചാണ്ടിയാണ് ഇതിന്റെ തുടക്കമിട്ടെന്ന് എല്ലാവർക്കും അറിയാം, അവരും സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷേ അതെന്താണ് പ്രതിപക്ഷത്തെ സഹകരിപ്പിക്കാത്തത്? അപ്പൊ ഇവര് നരേന്ദ്രമോദിയെ ഇവർ കുറ്റം പറയുമല്ലോ, പറയല്ലേ? എന്തുകൊണ്ടാണ് പ്രതിപക്ഷം സഹകരിപ്പിക്കാത്തത്? അങ്ങനെ വേണ്ടേ ഒരു നാടിന്റെ വികസനം ഉദ്ഘാടനം ചെയ്യാനായിട്ട്? ഇത് KK രമയുടെ പേര് പറയാൻ പോലും തയ്യാറായില്ല വീണ ജോർജ്. അവരൊരു സ്ത്രീയല്ലേ? ഇവർക്ക് പ്രതിപക്ഷ ബഹുമാനം ഇല്ല. മുഖ്യമന്ത്രി മാറിക്കളഞ്ഞു ഒളിച്ച്. അപ്പൊ പ്രതിപക്ഷ ബഹുമാനം വേണം. അതായത് മോഡിക്ക് അതില്ലെന്നും പറഞ്ഞു മോഡിയെ തെറിയും പറഞ്ഞു നടന്നാ പോരാ. ഞാൻ പറയുന്നത് സത്യമാണോ? വ്യക്തമാണ്. അത് അങ്ങയുടെ ഒരു രാഷ്ട്രീയ നിലപാടാണ്. ഞാനൊരു നിഷ്പക്ഷനായി നിൽക്കുന്നു. എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത് സത്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, 2 ഭാഗത്തും ശരിയുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ തന്നെയും എന്ത് വികസനം വന്നാലും നാട്ടിൽ എന്ത് പരിപാടി വന്നാലും ഒരു സാമാന്യ മര്യാദയില്ലേ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അല്ല, സ്വാഭാവികമായി അദ്ദേഹത്തെ ക്ഷണിക്കേണ്ടതാണ്. പക്ഷെ പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തത് എന്താണ് എന്ന് പരിശോധിക്കാമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് അങ്ങനെ ഒരു ഇനി എന്തെന്നാണ് ഈ തെറ്റ് ചെയ്തിട്ട് പരിശോധിക്കാം. ഒരാളെ വെട്ടി നുറുക്കി കൊന്ന് കഷ്ണമാക്കി കളഞ്ഞിട്ട് അത് പരിശോധിച്ചിട്ട് വല്ല കാര്യമുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഓരോ കാര്യം. തെറ്റ് ചെയ്യുന്നു അത് അവർക്ക് അറിയാഞ്ഞിട്ടൊന്നും അല്ലല്ലോ, അറിയാലോ. ഇതെന്താ ഈ 8 വർഷം തുടർച്ചയായ ഭരണമാണിത്. അപ്പൊ എന്ത് ചെയ്യണം ഒരു പദ്ധതിക്ക് എന്നുള്ള അറിയാൻ പാടില്ലേ? എങ്ങനെ അറിയാൻ പാടില്ലെന്ന് പറയും. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മഞ്ചേരിയിൽ നിന്ന് ശ്രീ മുഹമ്മദ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ്, ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരിൻ്റെ ഒരു പ്രകടനമാണ് നമ്മൾ വിഴിഞ്ഞത്ത് കണ്ടത് എന്ന് ശക്തമായി വാദിക്കുന്നവരുണ്ട്. അതേസമയം ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച ഒരു പദ്ധതിയുടെ പൂർത്തീകരണം അത് ക്രെഡിറ്റായി അവകാശപ്പെടുന്നു എന്ന് വിമർശിക്കുന്നവരും ഉണ്ട്. ശ്രീ മുഹമ്മദ് മഞ്ചേരി, എങ്ങനെയാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തെയും അതുപോലുള്ള വികസന പ്രവർത്തനങ്ങളിലെയും ഇടത് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പൂർത്തിയാക്കുന്നതിനെ കാണുന്നത്? സാറേ നമസ്കാരം. നമസ്കാരം.
അപ്പൊ ഇതിന്റെ മുമ്പത്തെ ആള് പറഞ്ഞത് കേട്ടു. വളരെ നന്നായിട്ടുണ്ട്. അദ്ദേഹത്തിന് എല്ലാം പറയാനറിയും. അദ്ദേഹത്തിന് 60 വയസ്സോ 65 വയസ്സോ എന്തൊക്കെ പറഞ്ഞു. എനിക്ക് 79 വയസ്സാണ് കേട്ടോ. എന്നെക്കാട്ടിലും വലിയ അറിവുള്ള ആളാണ് അയാള്. എന്ത് വർത്താനാണ് അയാൾ ഈ കുത്തിരുന്ന് പറയുന്നത്. ഇത്രയും മോശപ്പെട്ട വർത്താനം പറയാന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ മോശമാണ്. എനിക്കും എന്തെങ്കിലുമൊക്കെ പറയാറ വിളിച്ചുകൊണ്ട്. പക്ഷെ മനുഷ്യന് സ്റ്റാൻഡേർഡ് വേണം. അതില്ല. ഇനി ഞാൻ പറയാൻ പോവുകയാണ്. ഈ പിന്നെ വിഴിഞ്ഞം പദ്ധതി അവിടെ വന്നത് ഈ പിണറായി വിജയന്റെ സർക്കാരും അദ്ദേഹത്തിന്റെ ആൾക്കാരും മന്ത്രിമാരും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച ആൾക്കാർ ഒരൊറ്റ കാരണം കൊണ്ടാണ് അവിടെ വന്നത്. ആന്റണി സാർ അത് വേണ്ട എന്ന് പറഞ്ഞു. വേറുള്ളതിന് മെനക്കണ്ട എന്നുള്ള ആൾക്ക് പറഞ്ഞു. എന്നിട്ട് അത് ധീരതയോടെ കൂടി നടത്തി അവിടെ ഇപ്പോ വെള്ളിയാഴ്ച കപ്പലിറങ്ങുന്ന സംഭവം ഉണ്ടാക്കി. അതൊരു വലിയ സംഭവമാണ്. അതിന്റെ കഴിവ് ഇടതുപക്ഷത്തിനും പിണറായി വിജയനേ ഉള്ളൂ. ആരെന്ത് മോശം പറഞ്ഞാലും അവർക്ക് ഇനി പിണറായി വിജയനെ അരച്ചു കൊടുക്കുക. എന്നാ കുടിച്ചാലോ അയാൾക്ക്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ ടി കെ രവിചന്ദ്രൻ പിള്ള എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രവിചന്ദ്രൻ പിള്ള, കുറച്ച് ദിവസമായല്ലോ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, അങ്ങേ കേൾക്കാനുണ്ടായിരുന്നില്ലല്ലോ. അത് ശരി. അപ്പൊ പൊതുവേദിയെ തൽക്കാലം മറന്നു കളയാം എന്ന് വിചാരിച്ചല്ലേ? ഒരിക്കലും മറക്കില്ല. ഇന്നലെ വിളിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഇന്നലെ യഥാർത്ഥമായിട്ട് ഞാൻ വിളിക്കേണ്ടതായിരുന്നു. എന്റെ പാർട്ടിയുടെ ഒരു ചർച്ചയായിരുന്നു. അതുപോട്ടെ ഇന്നത്തെ കാര്യം സംസാരിക്കാം. നമ്മൾ രാധാകൃഷ്ണൻ ചാത്തന്നൂര് പുള്ളി ഒരു നല്ലൊരു കഥ എഴുത്തുകാരനാണ്. പുള്ളിക്ക് ഒരു നല്ല കഥ എഴുതാൻ കൊടുത്താൽ പുള്ളി സിനിമയിലോ നാടകത്തിലൊക്കെ കഥ എഴുതും പുള്ളി. അതേ കണക്കുള്ള ഡയലോഗാണ്. യഥാർത്ഥമായിട്ട് വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിലെ ധീരനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് കൊണ്ടുവന്നത്. ഈ ഇടതുപക്ഷം പിണറായി വിജയൻ ഉൾപ്പെടെ ഇടതുപക്ഷത്തിലുള്ള ആൾക്കാർ ഈ പദ്ധതി നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുകയാണ്. കേരളത്തിലെ സമൂഹത്തിലുള്ള ജനത്തിന് മൊത്തം അറിയാവുന്നതാണ്. ഉമ്മൻചാണ്ടിയുടെ ഒറ്റ കഴിവിലാണ് വിഴിഞ്ഞം പദ്ധതി വന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന് അത് ഈ ഇടതുപക്ഷ ചിന്താധിക്കാർക്ക് ഈ പൊതുവേദി സംസാരിക്കാൻ ഈ ഞങ്ങളെ സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയന്റെ സർക്കാരാ കൊണ്ടുവന്നതെന്ന് സംസാരിക്കാൻ പോലും ഒരു നാണവുമാണ്. കാരണം പറഞ്ഞാൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി, പാവപ്പെട്ട ഉമ്മൻചാണ്ടി ഒത്തിരി മോശമായ വാക്കുകൾ ഇവരെ കയ്യിൽ കേട്ടതാണ്. അത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്കും കേരളത്തിലെ ജനത്തിന് കംപ്ലീറ്റ് അറിയാവുന്നതാണ്. ഇത് ഏത് കാര്യം കൊണ്ടുവന്നാലും അവകാശങ്ങൾ ഞങ്ങൾ സ്ഥാപിച്ചെടുക്കുക. കാരണം പറഞ്ഞാൽ ഇപ്പം കേരളത്തിലെ 90% വികസനം കൊണ്ടുവന്ന് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന ഈ കോൺഗ്രസ് സർക്കാർ ഇരിക്കുമ്പോഴാണ് മെട്രോ, പിന്നെ വിഴിഞ്ഞം പദ്ധതി. ഉദാഹരണമായിട്ട് കൊല്ലം ഹൈവേയുടെ ഉദ്ഘാടനത്തിന് MK പ്രേമേന്ദ്രൻ ഇവിടുത്തെ MP ആയിരുന്നു. യഥാർത്ഥമായിട്ട് പീതാംബരക്കുറിപ്പ് ഇരിക്കുമ്പോഴാണ് ഈ പദ്ധതി പിന്നെ ചവിട്ടുകൊട്ടയിൽ കിടന്ന പദ്ധതി നടപ്പിലാക്കി കൊണ്ടുവന്നത്. അങ്ങനെ പുതിയ പാർലമെന്റ് വന്ന് പിന്നെ MK പ്രേമേന്ദ്രൻ MP ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പ്രധാനമന്ത്രിയെ വിളിച്ചപ്പം ഇവിടുത്തെ അന്ന് PWD മിനിസ്റ്ററായിട്ടിരിക്കുന്ന സുധാകരനും പിണറായി വിജയനും ഇത് മാക്സിമം മുഖ്യമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കും. അങ്ങനെ പ്രേമേന്ദ്രൻ ഒറ്റൊരാളെ കഴിവിലാണ് പ്രധാനമന്ത്രിയെ വിളിച്ചത്. അതിനാണ് പാവപ്പെട്ട MP പിന്നെ MK പ്രേമേന്ദ്രൻ ഇവിടെ BJP പോകുന്നെന്നും പറഞ്ഞ് ഇവര് നോട്ടീസ് അടിച്ചിറക്കിയത്. ഇവർക്ക് ഇത്രയും പിന്നെ മോശമായ കാര്യങ്ങൾ ചിത്രീകരിക്കാൻ ഇവർക്ക് യാതൊരു പുളിപ്പും ഇല്ലാത്തതാണ്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, വളരെ കൃത്യവുമാണ്. പ്രസന്നൻ എന്നൊരു പ്രേക്ഷകൻ മാളയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രസന്നൻ മാളയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ പ്രസന്നൻ, ഈ വിഴിഞ്ഞം പദ്ധതിയെ എങ്ങനെ നോക്കിക്കാണും? സാർ നമസ്കാരമുണ്ട്. നമസ്കാരം. എന്തായാലും ഇതുപോലൊരു വികസനം പിന്നെ നമ്മുടെ നാട് എത്തിച്ചേർന്നതിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കണം. ഇത് നമ്മള് എന്താ പറയാ, രാഷ്ട്രീയ പാർട്ടികളുടെ ആര് ചെയ്തു എന്ന് നമ്മൾ നോക്കുന്നതിലും ഭേദം എല്ലാവരും കൂടി ഇതെല്ലാവരുടെയും കൂടി വികസനത്തിന്റെ ഭാഗമാണ്. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഇതൊക്കെ വളരെ നേരത്തെ 10-25 വർഷം മുന്നേ പല നമ്മുടെ അടുത്ത സംസ്ഥാനങ്ങളിൽ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇത്ര കാലം എത്തിയിട്ടെങ്കിലും ഇത് വന്നതിൽ നമ്മൾ എല്ലാവരും സന്തോഷിക്കുക. ഏത് സർക്കാരായാലും ദീർഘവീക്ഷണമാണ് പ്രധാന കാര്യം. ഇപ്പൊ നമുക്ക് ഇത് ഒരു 25 വർഷം മുമ്പ് വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ സാധ്യമാക്കാമായിരുന്നു. നമ്മൾ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് സംഗതി കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് ഈ ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ ഒരു എന്താ പറയാ ദീർഘവീക്ഷണം ഈ കാര്യങ്ങളിൽ വളരെ പ്രധാനമാണ്.
ഇത്തരം കാര്യങ്ങളിലൊക്കെ നല്ല ഇതുണ്ടാവട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും, ഏത് പാർട്ടി ആയാലും സംസ്ഥാനം ആയാലും കേന്ദ്രം ആയാലും എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. റോയ് തൊടുപുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. റോയ്ക്ക് എന്ത് പറയാനുണ്ട്? ഇത് വൈകിപ്പോയി എങ്കിലും നമുക്ക് സന്തോഷം തരുന്ന ഒരു പദ്ധതി, പക്ഷേ വല്ലാതെ വൈകിപ്പോയോ റോയ് നമ്മൾ ഈ പദ്ധതി പൂർത്തീകരിക്കും? സാറേ ആദ്യം തുടങ്ങിയപ്പം പറഞ്ഞായിരുന്നല്ലോ ഇത് ആരുടെ കുഞ്ഞാന്നൊരു കൺഫ്യൂഷനാണല്ലോ സാർ അത് പറഞ്ഞത്. അതെ പറഞ്ഞു തുടങ്ങിയത്. അപ്പം എനിക്കും അതൊരു കൺഫ്യൂഷനാണ്. സാറിന് ഇങ്ങനെ ഒരു നമ്മളൊരു കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മൾ സാറിന് ഒരു DNA ടെസ്റ്റ് നടത്താറ് പതിവ്. അത് ശരി, ഇവിടെ ഒരു DNA ടെസ്റ്റ് നടത്തണം എന്നാണ് പറയുന്നത്. നടത്താതെ DNA ടെസ്റ്റ് നടത്താതെ ഒരു ഫലപ്രാപ്തി നമുക്ക് അറിയാൻ പറ്റില്ല സാറേ. ശ്രീ റോയ് പക്ഷേ എന്ത് കരുതുന്നു? ഇത് വൈകിപ്പോയോ? നമ്മൾ ഈ പദ്ധതി ശരിക്കും എത്രയോ ഒരു രാജാവിൻ്റെ കാലഘട്ടത്ത് ആലോചിച്ച ഒരു പദ്ധതി നടപ്പിലാക്കാൻ ഇത്രയും സമയം വേണ്ടി വന്നത് ഒരു ജനാധിപത്യ സർക്കാരുകളുള്ളൊരു നാട്ടിൽ എന്തുകൊണ്ടായിരിക്കും ശ്രീ റോയ്? അത് ജനങ്ങളോട് കാണിക്കുന്ന ഒരു ഭയങ്കര വഞ്ചനയാണ് സാറേ. ഇത് ആരുടെ അധീനതയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും ഇത് കാണിക്കുന്ന എത്രയും സ്പീഡാക്കി പുരോഗമനം നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കോഴഞ്ചേരിയിൽ നിന്ന് ഒരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്, മധു. കേരളത്തിൻ്റെ കടൽ തീരം കേരളത്തിൻ്റെ ഒരു വലിയ സമ്പത്താണ്. അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ നമ്മൾ ഇനിയും ശാസ്ത്രീയമായ ഒരുപാട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. വിഴിഞ്ഞം എത്രയോ കാലമായി കേരളത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ഇന്ന് അത് ഏറെക്കുറെ പൂർത്തിയായി എന്ന് വേണമെങ്കിൽ പറയാം. മധുവിന് എന്ത് തോന്നുന്നു ഇങ്ങനെയൊരു പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ? നമസ്കാരം സാറേ. നമസ്കാരം. എന്റെ അഭിപ്രായം ഇത് ഏറ്റവും നല്ല ഒരു ഇതാണ്. കാര്യം നമുക്ക് കേരളത്തിന് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വരുമാനം നമുക്കുണ്ടാക്കുന്ന കാര്യം. ഇതിനകത്ത് രാഷ്ട്രീയമാണ് ഇതിനകത്ത് മൊത്തം പറയുന്നത്. ഇതിനകത്ത് കോൺഗ്രസ്സുകാർ പറയുന്നത് മൊത്തം അവർ രാഷ്ട്രീയമാണ്. ഇത് നമ്മൾ അങ്ങനെ കാണണം. ഇത് നമ്മുടെ കേരളത്തിന്റെ ഒരു വികസനമായിട്ട് തന്നെ ഇതിനെ കാണണം. ഇതിനകത്ത് ഇങ്ങനെ വെറുതെ ചെളികാര്യം അറിയുന്നത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ജയകുമാർ എന്നൊരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജയകുമാർ, ഇനിയെങ്കിലും ഇത്തരം പദ്ധതികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത് ദ്രുതഗതിയിൽ നടപ്പിലാക്കാനുള്ള ഒരു ഇച്ഛാശക്തി ജനായത്ത സർക്കാരുകൾ കാണിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാകുമോ? നമസ്കാരം സാറേ. നമസ്കാരം. ഈ 44 മുതൽ രാജാവിന്റെ കാലം മുതൽ അച്യുതാനന്ദ സാറിന്റെ കാലം വരെയുള്ള എല്ലാ പേരും ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തത് ഉമ്മൻചാണ്ടി സാറും ശശി തരൂരും കൂടെയാണ്. അതിനെ തുരങ്കം വയ്ക്കാനാണ് ഈ പിണറായി സർക്കാർ ശ്രമിച്ചത്. അടങ്കൽ ടോയേക്കാളിലെയും കൂടുതൽ അഴിമതി ആരോപിച്ച് ഇതിനെങ്ങനെ തടസ്സപ്പെടുത്താന്നുള്ള, അതായത് കമ്പ്യൂട്ടർ, ട്രാക്ടർ, അങ്ങനെ ഉള്ള എല്ലാ കാര്യങ്ങളിലും തുരങ്കം വെച്ച ഈ പിണറായി സർക്കാർ ഇതിനെ എങ്ങനെ തുരങ്കം വയ്ക്കാന്നുള്ളതാണ് നോക്കിയത്. അതേസമയത്ത് ഉമ്മൻചാണ്ടി സർക്കാരാണ് വീണ്ടും ഇത് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇവരെന്തിനെങ്കിലും ഇത് ചെയ്യാൻ സമ്മതിക്കുമോ? തടസ്സപ്പെടുത്തി എന്തെങ്കിലും ഇത് നേരെ കൊണ്ടുപോകാൻ സമ്മതിക്കുമോ? പക്ഷെ ഇത് പിണറായി ഇപ്പം യഥാർത്ഥമായിട്ട് വന്നിട്ടുള്ളത് കിട്ടേണ്ട 2 പേരുടെ കയ്യിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, പിണറായിയുടെയും വാസവന്റെയും. ഇനി ഇതിന്റെ മറ്റുള്ള കേസുകൾ വരുന്നുണ്ട്. വാസവൻ എന്തിനാണ് പിടിച്ച് ഇതിനകത്ത് ഇട്ടിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ടുള്ളത് കേസിന് ബാക്കിൽ ചർച്ച ചെയ്യേണ്ടി വരും, നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ ഇത് പ്രതിപക്ഷത്തിനെയും ഭരണപക്ഷത്തിനെയും എല്ലാവരെയും കൂട്ടി ചെയ്യേണ്ട ഒരു കേസ് പിണറായിയുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുപോയിട്ട് ചെയ്യും പോലെയാണ് ഇപ്പൊ ഈ കാണിക്കുന്നത്. ഇത് എന്തായാലും ജനത്തിനറിയാം. ഈ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറും ശശി തരൂരും ആണ് ഇതിന്റെ മുൻപ് കൈ എടുത്തതെന്നുള്ളത് നമുക്കും മാധ്യമ പ്രവർത്തകരായ താങ്കൾക്കും എല്ലാവർക്കും അറിയാം. അല്ലാതെ ഈ പിണറായിയുടെ മാത്രം കുടുംബ സ്വത്തല്ല, ഈ പാർട്ടിയുടെ കുടുംബ സ്വത്തല്ല. കുറെ പാർട്ടിക്കാർ വിളമ്പണമുണ്ട്, മോശപ്പെട്ട വർത്താനം പറഞ്ഞു എന്ന്. അവരെ വിഷമം കൊണ്ടായിരിക്കും പറഞ്ഞത്. അവർക്കൊക്കെ അറിയാമല്ലോ സാർ ഇത് വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. രാജിക്കുട്ടി എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാജിക്കുട്ടി കുന്നംകോട് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? നമസ്കാരം സാറേ. നമസ്കാരം. അതെ, ഞാൻ അങ്ങനെ ചോദിക്കാൻ വരികയായിരുന്നു, ഞങ്ങളെ മറന്നുപോയോ എന്നായിരുന്നു ഞാൻ ചോദിക്കുന്നത്. മറന്നിട്ടില്ല, ഫോൺ വിളിക്കുമ്പോൾ കിട്ടുന്നില്ല, അതാണ് വരുന്നത്. അത് പലരും അങ്ങനെ അത് കുഴപ്പമില്ല സാറേ. നമ്മുടെ ഈ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയുടെ സ്വപ്നം പോലെയായിരുന്നു. അതായത് നല്ല ഒരു പ്രൊജക്ട് കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലാണ്. അന്ന് ശശി തരൂർ, അദ്ദേഹം ജയകുമാർ സാർ പറഞ്ഞതും കറക്റ്റാണ്. അത് കഴിഞ്ഞ് നമ്മുടെ മെട്രോ, ഇതൊക്കെ കൊണ്ടുവന്ന നല്ല പ്ലാനിങ്ങോട് കൂടിയാണ്. UDF ആയാലും കോൺഗ്രസ് ആയാലും എല്ലാവരെയും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം കൊണ്ടുവരാൻ. പക്ഷെ ഇതിന്റെ ഈ അവകാശം, അതായത് എന്ന് പറഞ്ഞാല് ഇത്, അതായത് എന്റെ ഉൾപ്പൊക്കെ ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിന്റെ കൂട്ട് എല്ലാം ചെയ്തത് ഞാനാ ഇവരെയും കൊണ്ട് ഈ 7 വർഷം 7.5 വർഷം കൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം.
കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഫണ്ട് കിട്ടുന്നു, അതുപോലെ തന്നെ കേരള ഗവൺമെന്റ് പ്രൊജക്ട് കൊണ്ടുവരുന്നു. ഇത് കൂടുതലും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലൊരു പ്രൊജക്റ്റാണ്. അതിന്റെ സൂത്രധാരകൻ എന്ന് പറഞ്ഞാൽ മെയിൻ ശശി തരൂരും ഉമ്മൻചാണ്ടിയാണ്. ആ പാവത്തിനെ എന്തൊക്കെ രീതിയിൽ പീഡിപ്പിച്ച് കൊല്ലുകയാണ് ചെയ്തത്. ഇന്നും ആ മനുഷ്യൻ ജീവിച്ചിരിക്കേണ്ടതാണ്. ഞാൻ സാറ് 100% ഈ ചാനൽ കൂടി നല്ല രീതിയിൽ സാറിന്റെ ഇതിനാണെങ്കിൽ നമ്മൾ കൂടുതൽ അഭിനന്ദിക്കുന്നു. പക്ഷേ ഇതിന്റെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട്, കാരണം ഉദ്ഘാടന സമയത്തായാലും പ്രിയപ്പെട്ട നമ്മുടെ പ്രതിപക്ഷത്തെയും വിളിക്കണം, BJP-ക്കാരെ വിളിക്കണം. അതുപോലെ തന്നെ ഇവർക്ക് മാത്രം അവകാശമൊന്നുമില്ല. കമ്മ്യൂണിസം യഥാർത്ഥത്തിൽ ലോകത്ത് മൊത്തം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് എന്റെ ഒരു ചിന്തയിൽ ഞാൻ കാണുന്നത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. റഷീദ് വിളിക്കുന്നത് കൊയിലാണ്ടിയിൽ നിന്നാണ്. ശ്രീ റഷീദ്, ഒരു വലിയ വികസന പദ്ധതി നടക്കുന്നു. രാഷ്ട്രീയത്തിന് അതീതമായി നമ്മളെല്ലാം ഒത്തുചേർന്ന് നിൽക്കേണ്ട ഒരു ഘട്ടവുമാണ്. പക്ഷേ ഇത്തരം പദ്ധതികൾ പലപ്പോഴും വൈകുന്നത് എന്തുകൊണ്ടാണ് ശ്രീ റഷീദ്? ഇത് നമുക്ക് കുറെ കൂടി വേഗതയിൽ ചെയ്തു തീർക്കാനുള്ള സാങ്കേതിക മികവില്ലേ? നമുക്ക് അതിന് ഉള്ള ഒരു ഇച്ഛാശക്തി ഇല്ലേ? ഈ വിഴിഞ്ഞം പദ്ധതി അടക്കം കേരളത്തിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ ഏതാണ്ടൊക്കെ UDF ആണ് കൊണ്ടുവന്നത്. നമുക്കറിയാലോ, നെടുമ്പാശ്ശേരി വിമാനത്താവളം ആരാണ് കൊണ്ടുവന്നത്? അത് കെ കരുണാകരന്റെ കാലത്താണ്. കരുണാകരന്റെ കാലത്ത്. അതേപോലെ കണ്ണൂർ എയർപോർട്ട്, അതേപോലെ കോഴിക്കോട് എയർപോർട്ട്, മെട്രോ ട്രെയിൻ, അതേപോലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്നത് UDF ആണ്. പക്ഷേ ഈ തുടർഭരണം ലഭിക്കാത്തത് കൊണ്ട് അതിന്റെ ഭാഗ്യം ലഭിക്കുന്നത് ഇടതുപക്ഷത്തിനാണ്. യഥാർത്ഥത്തിൽ ഇതും അതേ രീതിയിൽ തന്നെയാണ്. ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി. യഥാർത്ഥത്തിൽ ആ വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേരാണ് നൽകേണ്ടത്. നല്ല മനസ്സവർക്കുണ്ടെങ്കിൽ തീർച്ചയായും ആ മഹാനുഭാവന്റെ പേരാണ് ഈ എയർപോർട്ട്, ഈ ഒരു തുറമുഖത്തിന് ഇടേണ്ടത് എന്നൊരു അഭിപ്രായക്കാരനാണ്. നല്ല നല്ല ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടും അതിനൊക്കെ പലപ്പോഴും തുരങ്കം വെക്കാൻ ശ്രമിച്ചവരാണ് ഇടതുപക്ഷം. അത് പിണറായി വിജയനൊക്കെ ഈ അടുത്ത് വന്ന അതിനു മുമ്പേ തന്നെ. അപ്പോ ഈ ഒരു നല്ലൊരു പദ്ധതി എല്ലാരെയും ചേർത്ത് പിടിച്ചുകൊണ്ടും എല്ലാരെയും ചേർത്ത് നിർത്തിക്കൊണ്ടും ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അത് ഈ രീതിയിൽ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുക, കൊണ്ടുവന്ന ആളുകളെ തന്നെ മാറ്റി നിർത്തുക എന്നത് ഒട്ടും ശരിയല്ല. എല്ലാരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാവണം ഇങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരേണ്ടതും അതിന്റെ ഉദ്ഘാടനവും അതിന്റെ മറ്റു പരിപാടികളും ഒക്കെ എല്ലാവരും ഉണ്ടാവണം എന്നാണ്. അല്ലാതെ മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളാണ് ഇതിന്റെ പ്രതിത്വം എന്ന് പറയുന്ന അവകാശവാദം ഒട്ടും ശരിയല്ല. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ അശോകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അശോകൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? തിരുവനന്തപുരത്ത്. നമസ്കാരം സാർ, തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. അതെ, തിരുവനന്തപുരത്ത് എവിടെ നിന്നാ? തിരുവനന്തപുരത്ത് കൊച്ചുവേളി. ഞാനിത് ചോദിക്കാൻ കാരണം വിഴിഞ്ഞത്തിന് സമീപത്ത് നിന്നാണോ എന്ന് അറിയാൻ വേണ്ടി. വിഴിഞ്ഞത്തിന്റെ അടുത്ത, വിഴിഞ്ഞത്തിന് ഒരു 10 കിലോമീറ്റർ അടുത്താണ് കൊച്ചുവേളി. അതൊരു കോസ്റ്റൽ ബെൽറ്റാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ തിരുവനന്തപുരം കാരണം എന്ന നിലയിൽ വലിയ അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് വിഴിഞ്ഞം വരുന്നു. പക്ഷേ ഇത് കുറെ കൂടി നേരത്തെ വരണമായിരുന്നു എന്താണ് ശ്രീ അശോകന് തോന്നുന്നത്? ഇത് കുറെ കൂടെ നേരത്തെ വരണമായിരുന്നു. പക്ഷെ ഒരു കാര്യം, ഇപ്പൊ വിഴിഞ്ഞം തുറമുഖം വന്നത് കൊണ്ട് പാലനാപുരം മുതൽ തുരങ്കം ഉണ്ടാക്കുന്ന റെയിൽവേ പാത വരുന്നുണ്ട്. അപ്പൊ അത് തിരുവനന്തപുരത്തിനും കേരളത്തിനും വലിയൊരു ഗുണകരമായിരിക്കും. പിന്നെ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് പണ്ട് മുതലേ രാജാക്കന്മാരുടെ കാലം മുതലേ ഇത് തുടങ്ങണമെന്ന് പറഞ്ഞിരുന്ന ഈ കേരളത്തിന്റെ അതിർത്തിയായ ഈ തെക്ക് ഭാഗത്ത് ആഴക്കടലും ബാക്കിയുള്ള പ്രദേശങ്ങളുമാണ്. അപ്പൊ ഇത് വരുന്നതിന് പല വിധത്തിലുള്ള സൗകര്യങ്ങളുമുണ്ട്. ഈ സർക്കാർ ഇപ്പോൾ ഞാൻ ആരെങ്കിലും ചെയ്തത് എന്റെ പേരിലാണെന്ന് വരുത്തി തീർക്കാണ് പലപ്പോഴും ഈ സർക്കാർ ശ്രമിക്കുന്നത്. അത് ശരിയല്ല. ശരി, ഓക്കെ, യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇപ്പൊ മറ്റൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മണിയർ എന്നാണോ പറഞ്ഞത് പേര്? ഹലോ, മണിലാൽ. ഞാൻ പറയുന്നതാണ്. യെസ്. ഹലോ, അതായത് നമുക്ക് പറയാനുള്ള കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഭരണം മാറിയില്ലേ, ഇവിടെ ഉമ്മൻചാണ്ടി ഉണ്ടാകുന്നില്ലേ, ഞങ്ങൾക്ക് നല്ല സുഖമായിരുന്നു ഇവിടെ. അതായത് ഇപ്പൊ ഈ പിണറായി വിജയൻ എന്ന് വെച്ചാൽ ഞങ്ങളെ അരിയപ്പറ്റി പഞ്ചായത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബക്കാരെ ഞങ്ങളൊക്കെ. കമ്മ്യൂണിസ്റ്റ് കുടുംബക്കാരായിട്ടാണോ നിങ്ങൾ ഉമ്മൻചാണ്ടി അനുകൂലിക്കുന്നത്? ഓ, കമ്മ്യൂണിസ്റ്റ് കുടുംബക്കാരായിട്ടാണോ ഉമ്മൻചാണ്ടി ഉണ്ടെങ്കിൽ സുഖമായിരുന്നു എന്ന് പറയുന്നത്? സംഭവം തന്നെ പിണറായി എന്ത് ചെയ്യാണ്ട് പുള്ളിക്ക് പെണ്ണുമ്പിള്ളായിട്ടും ടൂർ പോകണം.
അത് ശരി. അപ്പൊ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ വികസനങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ നടക്കുമായിരുന്നു എന്നാണ്. അതായത് നമ്മുടെ ആന്റണിയും മൈലാരിയും ഞങ്ങൾക്ക് വടകരയാക്കി തന്നു. പിന്നെ ശ്രീ മണിലാൽ ഈ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയുന്നതിൽ എങ്ങനെയാണ് ഒരു ഇത് കണ്ടത്? അതായത് എന്റെ ഒരു ശരിക്കും പറഞ്ഞെങ്കിൽ എന്റെ തീർച്ചയായിട്ടും എന്റെ ഞങ്ങളുടെ കുടുംബം കംപ്ലീറ്റ് കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പൊ മണിലാൽ മാറി ചിന്തിക്കുകയാണെന്നാണ് പറയുന്നത് അല്ലേ? ഞാൻ തിരിച്ചു മാറിയ കാര്യം ഞങ്ങൾക്ക് അതിലെ മാത്രം ബുദ്ധിമുട്ടുണ്ട്. എന്റെ അച്ഛനും കൂടി വിഷയം കിട്ടുന്നത് ശരിക്കും. യെസ്, ഏതായാലും വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. സനൽ കുമാർ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സനൽ കുമാർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ നെയ്യാറ്റിൻകരയിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ഈ കടപ്പുറത്തെ ആൾക്കാരെ ഇളക്കി വിട്ടിട്ട് ഒരു സമരം ഉണ്ടായിരുന്നല്ലോ സാർ, അതിന്റെ നാട്ടുകാരുടെ പക്ഷത്ത് ഞാൻ പങ്കെടുത്തിരുന്നതാണ്. സാറിനപ്പോ അറിയാമല്ലോ അവിടെ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാല്, അവിടുത്തെ പാതിരി, ആ സമരത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന പാതിരി പറഞ്ഞത്, ഞങ്ങളുടെ ദുബായിൽ നിന്നും ഷെയ്ഖ് വന്നു, ഒരു ഷേക്കൻഡ് തന്നു, വലിയ ഒരു തുക തന്നു എന്നൊക്കെ പറഞ്ഞിരുന്നത് സാർ കേട്ടിരിക്കുമല്ലോ. അപ്പോൾ എല്ലാ കാലത്തും അവിടെ മതപരമായി അടികൾ ഉണ്ടാക്കി ഇതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു രീതി മറ്റു ഫോർട്ടുകാർക്കുണ്ടായിരുന്നു. ആ സമരം എങ്ങനെ അവസാനിച്ചു? ആ സമരം നിയമസഭയിൽ ചർച്ച വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്താണ്? ഞങ്ങൾ അതിന് ഈ സമരത്തെ പിന്തുണയ്ക്കുന്നു എന്നാണല്ലോ. ഇത് ഈ പദ്ധതിക്ക് ഇത്രത്തോളം താമസിക്കാനുണ്ടായ കാരണം AK ആന്റണിയാണ്. PS-ന്റെ ഭരണ അനുമതിയും കിട്ടിയപ്പോഴും AK ആന്റണി ഡിഫൻസിന്റെ അനുമതി കൊടുത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഇത്രത്തോളം അത് വൈകിയത്. എന്നിട്ട് ഈ സംസ്ഥാന ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ ഒരു പൈസ പോലും ഈ തുറമുഖത്തിന് വേണ്ടി നീക്കിവെച്ചിരുന്നില്ല. ഇപ്പോൾ 2014 ഡിസംബറിലല്ലേ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഇതിനു വേണ്ടിയുള്ള അനുമതി തത്വത്തിൽ നൽകിയത്. ഏതായാലും സമയം അതിക്രമിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഏതായാലും ഒരു വിശദ ചർച്ചയ്ക്കുള്ള സമയമില്ല. ഏതായാലും വളരെ നന്ദി അങ്ങ് അവിടെ നിന്ന് വിളിക്കുക, അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. വിഴിഞ്ഞം ഇടതുപക്ഷത്തിൻ്റെ മാത്രം എടുക്കോ എന്ന ചോദ്യത്തിന് 15% ആളുകൾ ഇടതുപക്ഷത്തിൻ്റെ മാത്രം എടുക്ക് എന്ന് പറയുമ്പോൾ 85% ആളുകൾ അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേട്ടമായി വിലയിരുത്താൻ ആഗ്രഹിക്കുന്നവരാണ്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി. തന്നെയാണ് എല്ലാ